ഇന്നലെ നടന്നത് യാദൃച്ഛികമായിട്ട് നടന്നതാണ്. അതിന് എനിക്ക് ഞാൻ ക്ഷമ ചോദിക്കുക സത്യത്തില്. കാര്യം എന്ന് വെച്ചാൽ എന്താ നടന്നത് എന്നുള്ളത് അവിടുന്ന് എനിക്ക് ആസിഫ് അലിയുടെ അടുത്ത് ഞാൻ വാങ്ങിച്ചു. വളരെ സ്നേഹത്തോടു കൂടിയാണ് വാങ്ങിച്ചത്. പക്ഷേ രമേശ് സാർ ഇത് പർപ്പസ്ഫുള്ളി ചെയ്തതാണെന്നോ അല്ലെങ്കിൽ പർപ്പസ്ഫുള്ളി ചെയ്തതല്ല എന്നോ ആണ് രണ്ട് വാദങ്ങൾ. എനിക്ക് വ്യക്തിപരമായി തോന്നുന്നത് അദ്ദേഹം ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതെല്ലാം ഷൂട്ട് ചെയ്യുന്നതാണെന്നും ഇന്നല്ലെങ്കിൽ നാളെ ഇതെല്ലാം ഓഡിയോ വഴി വീഡിയോ വഴി എല്ലാം യൂട്യൂബുകളിലും സോഷ്യൽ മാധ്യമങ്ങളിലും വരും എന്ന് ബോധ്യമുള്ള ആൾക്കാരായിരിക്കണമല്ലോ അവിടെ ഇരിക്കുന്നത് എല്ലാവരും. തനിക്ക് നേരിട്ട ഇൻസൾട്ട് ഇവിടെ അതായത് രമേശ് സാറിന് നേരിട്ട ഇൻസൾട്ട് ഇവിടെ ചെറുതായി പോകുന്നത് അതിലും വലിയൊരു ഇൻസൾട്ട് ആസിഫ് അലി അവിടെ നേരിട്ടതുകൊണ്ട് മാത്രമാണ്. ഇങ്ങനെ ഒരു പ്രവൃത്തി രമേശ് നാരായണൻ സർ ആസിഫ് അലിയോട് ചെയ്തില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ സംഘാടകരോ അല്ലെങ്കിൽ ആ പ്രോഗ്രാമിന്റെ അവതാരികയോ ഇദ്ദേഹത്തിനോട് ചെയ്ത അനാദരവായിരിക്കും നമ്മൾ ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യുക, അല്ലെ? പകരം ഇദ്ദേഹം ആസിഫ് അലിയോട് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ആസിഫ് അലിയുടെ കാര്യം ചർച്ച ചെയ്യുന്നതും രമേശ് നാരായണൻ അവിടെ കുറ്റക്കാരനായി മാറുകയും ചെയ്തു.